ആദീസ് ന്യൂട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം. വാട്ട് ഈറ്റിന്റെ ഡേ ഹെൽത്തി ഈറ്റിംഗ് സീരീസ് എപ്പിസോഡ് 9. ഇന്ന് എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹോം മെയ്ഡ് ഗ്ലൂട്ടാതയോൺ റീഫ്രഷ് ഡ്രിങ്കിലാണ്. ഹെൽത്തി ഈറ്റിംഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ക്യാബേജ് പാറ്റിയും ബോയിൽഡ് എഗ് മയോണൈസും ആണ്. ബോയിൽഡ് എഗ് മയോണൈസിന്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ക്യാബേജ് പാറ്റിയുടെ റെസിപ്പി വേണ്ടവരെ താഴെ കമന്റ് ചെയ്തോളൂ. ഹെൽത്തി ഈറ്റിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ മുമ്പ് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഈ ക്യാബേജ് പാറ്റിക്ക് അപാര ടേസ്റ്റുമാണ്. ഈ 3 തന്നെ മതി നമുക്ക് ഭയങ്കര ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യാനും അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. പ്രിപ്പയർ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 11 മണിക്ക് വീണ്ടും ഞാൻ എന്റെ ഗ്ലൂട്ടാതയോൺ റിഫ്രഷ് ഡ്രിങ്ക് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് എഗ് റാപ്പ് ആണ്. ചിക്കൻ ഫ്രാങ്ക്സ് വെച്ചിട്ടുള്ള എഗ് റാപ്പ് ആണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും വളരെ ഈസിയാണ്. ഒരു 5 മിനിറ്റ് പോലും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് വേണ്ട. ജോലിക്ക് പോകുന്നവർക്കും തിരക്കുള്ളവർക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. സോ ഇതിന്റെ റെസിപ്പി വേണ്ടവർ കമന്റ് ചെയ്തോളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ആ റാപ്പ് ഒന്നും കൂടി ഹെൽത്തി ആക്കാവുന്നതാണ്. ഇന്നത്തെ എന്റെ ഡിന്നർ എന്ന് പറയുന്നത് ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവാണ്. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവാണ്. ഇതിന്റെ റെസിപ്പി വേണ്ടവർ കമന്റ് ചെയ്തോളൂ. സോ ഇന്നത്തെ എന്റെ വാട്ട ഈറ്റിന്റെ ഇവിടെ തീരുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്